പുരോഹിത ദർശനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ബഹുമാന്യനായ AP നോബിളച്ചനാണ്. പ്രിയപ്പെട്ട അച്ഛൻ വിദേശത്ത് സ്വദേശത്ത് പല ഇടവകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അട്ടച്ചാക്കൽ സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ വികാരിയാണ്. അതോടൊപ്പം തന്നെ ചെങ്ങറ മാർത്തോമ പള്ളിയുടെ വികാരിയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ നമസ്കാരം. നമസ്കാരം അച്ഛാ. അച്ഛൻ പൗരോഹിത ശുശ്രൂഷ വന്നിട്ട് ഇപ്പം ഏകദേശം 30 വർഷത്തോടാവുന്നു. അതെ, 29ാമത്തെ വർഷമാണ്. 29 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. അച്ഛൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു വൊക്കേഷൻ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? എന്തുകൊണ്ടാണ് ഈ പൗരോഹിത്യം തിരഞ്ഞെടുക്കാനായിട്ട് കാര്യം? എങ്ങനെയാണ് അതിലേക്ക് വരാനായിട്ട് ഇടയായത്? അച്ഛാ, ഞാൻ ജനിക്കുന്നതിന് മുൻപ് എൻ്റെ മാതാവിൻ്റെ ഉദരത്തിൽ ഞാൻ ഉരുവായപ്പോൾ തന്നെ, ഞാൻ മൂത്ത മകനാണ്, എനിക്കൊരു അനിയനും കൂടെയാണുള്ളത്, ഞാൻ 2 മക്കളേ ഉള്ളൂ. അപ്പോൾ ജനിക്കുന്നത് മകനാണെങ്കിൽ അവനെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തേക്കാം എന്ന് എൻ്റെ അമ്മ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ ചെറുപ്പം മുതലേ എന്നോട് എൻ്റെ മാതാവ് അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അധ്യാപകരൊക്കെ എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചിരുന്നു ഈ ഒരു ശുശ്രൂഷയുടെ. സൺഡേ സ്കൂളിലൊക്കെ ഞാൻ മിടുക്കനായിരുന്നു. എല്ലാത്തിലും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ സമ്മാനങ്ങൾ വാങ്ങിക്കുകയും പരീക്ഷകളിൽ 1ാം സ്ഥാനം നേടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അധ്യാപകർക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അധ്യാപകരൊക്കെ പറയുമായിരുന്നു, മോനെ നീ ദൈവവേലയ്ക്ക് വേണ്ടി പോകണം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ സെമിനാരിയിലെ ടെസ്റ്റ് എഴുതി അങ്ങനെയാണ് ഈ ശുശ്രൂഷയിലേക്ക് വന്നത്. പിന്നെ ഇടവകയിലെ പട്ടക്കാർ എൻ്റെ വികാരിമാരായിരുന്നവർ, അവരും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ പ്രാർത്ഥന നിരന്തരമായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതിനെക്കുറിച്ച് എങ്ങനെ മാതാപിതാക്കളുടെ പ്രാർത്ഥന പുരോഹിതന്റെ വളർച്ചയ്ക്ക് പിന്നിലുണ്ടായിരുന്നു? അതിന്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? എൻ്റെ പിതാവ് ഒരു എക്സ് സർവീസുകാരനാണ്. ഞാൻ ജനിക്കുന്ന സമയത്ത് അദ്ദേഹം മിലിറ്ററി സർവീസിലായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ജനിച്ച ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം 15 വർഷം പൂർത്തിയാക്കി അദ്ദേഹം അത് റിട്ടയർമെൻ്റ് എടുത്തു. എന്നാൽ എൻ്റെ മാതാവ് എന്നായിരുന്നു കൂടുതൽ എന്നെ ഈ ദൈവവേലയ്ക്ക് വേണ്ടി വിടണമെന്ന് താല്പര്യം, പിതാവിനേക്കാൾ കൂടുതൽ. അപ്പോൾ മാതാവ് നിരന്തരമായിട്ട് ചെറുപ്പം മുതൽ തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാനത് കേട്ടാണ് വളർന്നിട്ടുള്ളത്. മാതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും മാതാവിൻ്റെ ആ ഒരു താല്പര്യമൊക്കെ ചെറുപ്പം മുതലേ ഞാൻ അറിഞ്ഞിരുന്നു. ഓക്കെ. അച്ഛാ, ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് ഈ ഒരു അച്ഛൻ്റെ ഒരു ദർശനം, പുരോഹിതൻ്റെ ഒരു ദർശനമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആധുനിക തലമുറയ്ക്ക് അപ്പൻ്റെ അമ്മയുടെ പ്രാർത്ഥന വളരെ അനിവാര്യമാണ്, വളരെ ആവശ്യമാണെന്ന് അച്ഛൻ ഉറപ്പിച്ച് പറയാൻ പറ്റുമല്ലേ ഈ സമൂഹത്തോട്? തീർച്ചയായിട്ടും. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ ദൈവവേലയ്ക്ക് വേണ്ടി ഒരുക്കുകയും അവരെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ ശുശ്രൂഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. അച്ഛൻ്റെ പള്ളി തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിൽ ഓൾ സെയിൻസ് പള്ളിയാണ്. കമ്പങ്കോട് ഓൾ സെയിൻസ് പള്ളിയാണ്. ആ പള്ളിയിൽ നിന്ന് ഒരുപാട് അച്ഛന്മാർ വന്നിട്ടുണ്ട്. 9 അച്ഛന്മാർ മൊത്തം ഉണ്ട്. ഞാൻ 4ാമത്തെയാണ്. ജോൺ പണിക്കരച്ഛനാണ് ആദ്യത്തെ അച്ഛൻ പ്രായമായി. അപ്പോൾ ഞാൻ 4ാമത്തവനാണ്. പിന്നെ മൊത്തം 9 അച്ഛന്മാരുണ്ട്. അപ്പോൾ ഈ 9 പേര് വരാനും കാരണം ഇടവകയിലെ ആളുകളും സൺഡേ സ്കൂൾ അധ്യാപകരും അവിടുത്തെ വികാരിമാരും ഒക്കെ നിരന്തരം ഇങ്ങനെയുള്ളതായ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ചിരുന്നതിന്റെ ഒരു ഫലമായിട്ടാണ്. ഓക്കെ. അവിടെ ഇരുന്ന വികാരി അച്ഛനെ പ്രോത്സാഹനം തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ ഓർമ്മിക്കാനുള്ള ആരൊക്കെയാണ്? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ വികാരി ബഹുമാനപ്പെട്ട ഈശോ മാത്യച്ഛനായിരുന്നു. ഇപ്പോൾ വികാരി എன்ற ആളാണ്. അപ്പോൾ അച്ഛൻ്റെ സമയത്താണ് ഞാൻ ഡിഗ്രി പൂർത്തിയാക്കി സെമിനാരിയിൽ പോകുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഒരു ജീവിത ശൈലി, ആളുകളുമായിട്ട് ഇടപെടുന്ന ഒരു രീതി, അച്ഛൻ്റെ പ്രസംഗങ്ങൾ, ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ രീതി, അച്ഛൻ്റെ ഒരു സഭാ ശുശ്രൂഷയുടെ ഒരു പ്രത്യേകത, അത് പല കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇരുന്ന സമയത്താണ് ഞാൻ സെമിനാരിയിൽ പോകുന്നത് തന്നെ. അപ്പോൾ അച്ഛൻ എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതിന് മുൻപിരുന്ന അച്ഛന്മാരും ആ രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ സെമിനാരിയിൽ പോകുന്ന സമയത്ത് ഈശോ മാത്യച്ഛൻ്റെ ഒരു സ്വാധീനം അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അച്ഛൻ സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്തിരുന്നു, നാട്ടിലൊക്കെ വർക്ക് ചെയ്തിരുന്നു, വില്ലേജ് പാരീഷിൽ വർക്ക് ചെയ്തിരുന്നു. എവിടെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷകരമായ ഒരു മിനിസ്ട്രി ചെയ്യാനായിട്ട് സാധിച്ചത്? വിദേശത്തെ ഒരു പ്രത്യേക രീതിയാണ്, നാട്ടിലെ വേറെ രീതിയാണ്, വില്ലേജ് പാരീഷിൽ വേറെ രീതിയാണ്. അപ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ അച്ഛൻ നമുക്ക് പറയാമല്ലോ, ഈ നാട്ടിൻ പ്രദേശത്ത് കൂടി ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ എൻജോയ്മെൻറ്റ് എങ്ങനെ പറയാൻ പറ്റുമോ? ഏറ്റവും കൂടുതൽ എൻജോയ്മെൻ്റ് എന്ന് പറയാനായിട്ട് ഇത് എൻ്റെ 29ാമത്തെ വർഷമാണ്
95-ലാണ് ഞാനൊരു പട്ടക്കാരനായത്. അപ്പോൾ കൂടുതലും പ്രവർത്തിച്ചത് ഗ്രാമപ്രദേശങ്ങളിലെ ചെറിയ പള്ളികളിലാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് ലക്നൗ, കാൺപൂർ ഇടവകളിൽ പ്രവർത്തിച്ചു. സ്റ്റേറ്റ്സിൽ ടെക്സാസിലെ ഡാളസ് സെൻറ്റ് പോൾസ് പള്ളിയിലും പ്രവർത്തിച്ചു. അപ്പോൾ എന്നാൽ കൂടുതലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് ഗ്രാമീണ മേഖലയിലെ ചെറിയ പള്ളികളിലാണ്. അപ്പോൾ അതിൽ തന്നെ ഒരു 7 പള്ളികൾ ദളിത് പള്ളികളാണ്. ഞാൻ ഏതാണ്ട് 23 പള്ളികളിൽ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. ഒരേ സമയം 2-3 പള്ളികളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് തന്നെ 29 വർഷത്തിനിടയ്ക്ക് 23 പള്ളികളിൽ ഞാൻ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അതിൽ 7 പള്ളികൾ ദളിത് പള്ളികളാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിട്ടുള്ളത് ഈ ദളിത് പാരിഷുകളിലും അതുപോലെ തന്നെ വില്ലേജ് പാരിഷുകളിലും പ്രവർത്തിച്ചപ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ സ്നേഹം വളരെ സിൻസിയറാണ്. അവർ നമ്മളെ വളരെയധികം അങ്ങനെ സ്നേഹിക്കും. ആഹാരം തരുന്നതിലും നമ്മളെ കരുതുന്നതിലും ഒക്കെ അവരൊരു ആത്മാർത്ഥ സ്നേഹമാണ്. എന്നാൽ ഈ ടൗൺ പാരിഷുകളിൽ, പട്ടണ പ്രദേശങ്ങളിൽ അങ്ങനെ ഒരു അടുത്ത ബന്ധം ആളുകളുമായിട്ട് നമുക്കൊരു അടുപ്പം ഉണ്ടാകത്തില്ല. അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളുകൾ. അതെ അതെ, ഇത് സ്വാഭാവികമായിട്ടും ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. വില്ലേജ് പാരിഷിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല. മറ്റേത് നമുക്ക് ഭയങ്കരമായ തിരക്കിന്റെ മധ്യത്തിലുള്ള ജീവിതമാണ് വിദേശത്തൊക്കെ. അച്ഛൻ ഓർമ്മയിൽ സൺഡേ സ്കൂൾ പഠിച്ച സമയത്തൊക്കെ സൺഡേ സ്കൂൾ അധ്യാപകർ ഒരു വലിയ മിനിസ്ട്രിയാണ് ചെയ്യുന്നത്. സൺഡേ സ്കൂൾ അധ്യാപകർ അവർ ഈ പറയത്തക്കവണ്ണം വലിയ ക്വാളിഫിക്കേഷനോ ഇന്നത്തെ കാലത്തെ പോലെ പഴയ കാലങ്ങളിൽ നമ്മുടെയൊക്കെ കാലഘട്ടങ്ങളിൽ ഒത്തിരി ക്വാളിഫിക്കേഷനൊന്നും ഇല്ലെങ്കിലും അവർ സിൻസിയറായിട്ട് ദൈവവചനം പഠിപ്പിക്കുകയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അത്തരം ഒരു ഓർമ്മകളുണ്ടോ മനസ്സിൽ? അതെ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ചെറുപ്പം മുതൽ തന്നെ എൻ്റെ സൺഡേ സ്കൂൾ അധ്യാപകർ എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ സൺഡേ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. പ്രത്യേകിച്ചും സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നത് പുസ്തകങ്ങളായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ ഒരു വായനാശീലം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ ലൈബ്രറികളുണ്ടെങ്കിൽ അവിടുത്തെ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കാനൊരു താല്പര്യം ചെറുപ്പം മുതൽ എനിക്കുണ്ട്. അത് സൺഡേ സ്കൂളിലൂടെ എനിക്ക് ലഭിച്ചതാണ്. മാത്രമല്ല ഞാൻ യുവപ്പ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എന്നെ സൺഡേ സ്കൂളിൽ ഒരു അധ്യാപകനാക്കി. ഞാനിപ്പോൾ സൺഡേ സ്കൂളിൽ അധ്യാപകനായിട്ടും പ്രവർത്തിച്ചു ചുരുങ്ങിയ കാലം. അതിനുശേഷമാണ് സെമിനാരിയിൽ പോകുവാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല ഇടവകയെ എനിക്ക് വലിയ ഒരു സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ എന്നെ ഇടവകയിൽ അൽമായ ശുശ്രൂഷകനാക്കി എൻ്റെ ഇടവകയിൽ. അപ്പോൾ ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട്, അൽമായ ശുശ്രൂഷകനായിട്ട്, യുവനസെക്ഷൻ സെക്രട്ടറി ആയിട്ട് അപ്പോൾ ആ രീതിയിലൊക്കെ പ്രവർത്തിക്കാനിടയായി. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിലൊക്കെ ഞാൻ ഈ കൂടുതലും പങ്കെടുത്തിരുന്നത് ഉപന്യാസ രചന, പ്രസംഗം, ബൈബിൾ ക്വിസ്. അപ്പോൾ അതിലൊക്കെ ആയിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ആ രീതിയിൽ ഒത്തിരി വായിക്കാനും വളരാനും ഒക്കെ എനിക്ക് അവസരങ്ങൾ ലഭിച്ചു. സെൻറ്റർ, ഭദ്രാസന തലങ്ങളിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുക്കുവാനും സമ്മാനങ്ങൾ നേടുവാനും വായനാശീലം വളർത്തുവാനും ഒക്കെ സാധിച്ചത് എൻ്റെ ഈ മിനിസ്ട്രിയിലേക്ക് വരുവാനായിട്ട് എന്നെ ഒത്തിരി സഹായിച്ചു. ചെറുപ്പം പോലെ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ സമർപ്പിച്ചു, നമ്മൾ ഇടപെട്ടു, ഓരോരോ സ്റ്റേജിൽ കൂടെയാണ് നമ്മളിങ്ങനെ വളർന്നു വന്നത്. അതെല്ലാം നമുക്ക് മിനിസ്ട്രിയിൽ വളരെ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ പെട്ടെന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നവരുണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമുക്ക് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഈ 29 വർഷത്തിനിടയിൽ നമുക്ക് പ്രതിസന്ധി എന്ന് പറയുന്ന അവസരങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുന്ന എന്തെങ്കിലും കർത്താവിൻ്റെ മിനിസ്ട്രിക്ക് ഇറങ്ങിയത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടായിട്ടുണ്ടോ? അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്തത്? അങ്ങനെ പറയത്തക്ക രീതിയിലുള്ളതായ പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ പട്ടം കിട്ടിയ സമയത്ത് ക്രിസോസ്റ്റം തിരുമേനി ഞങ്ങളുടെ ഒരു പട്ടക്കാരുടെ മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. റാന്നി നിലയ്ക്കലായിരുന്നു ഞാൻ തുലാപ്പള്ളിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ തിരുമേനി ഞങ്ങളുടെ ഒരു പട്ടക്കാരുടെ ഒരു സെൻറ്റർ മീറ്റിങ്ങിൽ ഞങ്ങൾക്ക് പൊതുവായിട്ടൊന്നൊരു ഉപദേശം, ആരുടെയും ഒന്നിലും ആശ്രയിക്കരുത്, ആരിലും ആശ്രയിക്കരുത്, ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ മിനിസ്ട്രിയിൽ എപ്പോഴും ഓർക്കുന്ന ഒരു സെൻറ്റൻസാണ് അത്. അതുകൊണ്ട് തന്നെ ഇടവക ശുശ്രൂഷയിലൊന്നും ഞാൻ ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ശുശ്രൂഷ പരമാവധി ആത്മാർത്ഥത്തോടെ ചെയ്യും. എന്നാൽ തിരിച്ചെന്ത് കിട്ടുന്നു എന്നുള്ളത് അതിനെപ്പറ്റി അധികം ഭാരപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു നിരാശ ഉണ്ടായിട്ടില്ല. ഞാൻ എല്ലാത്തിലും സംതൃപ്തിയാണ്. തീർച്ചയായിട്ടും സാധാരണ നമ്മൾ പറയാറുണ്ട് സംതൃപ്തി ദൈവത്തിന്റെ ദാനമാണ്. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും മിനിസ്ട്രി ചെയ്യാൻ. എന്നോട് ആരോ ചോദിച്ചു ഇനി ഒരു ജീവിതം ഉണ്ടായാൽ പുരോഹിതനാകുമെന്ന്. ഞാൻ പറഞ്ഞു ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിലും സെയിം മിനിസ്ട്രി തന്നെ എടുക്കും. അത്രമാത്രം സിൻസിയറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. ദൈവത്തിൻ്റെ മിനിസ്ട്രിയാണ് നമ്മൾ ചെയ്യുന്നത്. അച്ഛന് ഈ തുലാപ്പള്ളിയൊക്കെ ഇരുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അതിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്,
അവിടെയൊക്കെ ഇപ്പൊ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അന്ന് അങ്ങനെ വല്ല പ്രശ്നങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഞങ്ങളവിടെ ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ അതിന് മുൻപ് അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഞങ്ങളിരുന്ന സമയത്ത് അവിടെ ഇലക്ട്രിസിറ്റി ഒന്നും വന്നിട്ടില്ല. എന്നാൽ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും. എന്നാൽ ഈ അടുത്ത സമയത്ത് ഒരാളെ അവിടുത്തെ പള്ളിയിലെ ഒരു മെമ്പറെ കൊന്നു എന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു. നമ്മുടെ പള്ളിയിലെ മെമ്പറായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. പണ്ട് അത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അത് ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ ചുമതലയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ പോകാനായിട്ടുള്ള ക്രമീകരണം ചെയ്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. അവിടെ പോയി അവർ ഒരു ദിവസം ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തിയായിരുന്നു. ഗവൺമെന്റിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വിദേശത്തിരുന്ന സമയത്ത് യുവജനങ്ങൾ ഡാളസിലൊക്കെ യുവജനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എങ്ങനെയാണ് ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ്? യുവജനങ്ങൾ ആക്റ്റീവാണോ അതോ അത്രമാത്രം ആക്റ്റീവാണോ? അവിടെ യൂത്ത് എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് അവിടെ ജനിച്ചു വളർന്ന യൂത്ത്, രണ്ട് നാട്ടിൽ നിന്നും അവിടെ പോയി അവിടെ ജോലിക്ക് വേണ്ടി പോയി അവിടെ താമസിക്കുന്ന യുവജനസഖ്യം, നാട്ടിലെ യുവജനസഖ്യക്കാർ. അവരവിടെ ചെല്ലുമ്പോൾ അവരുടേതായ ഒരു ഫെലോഷിപ്പ് ഉണ്ട്. എന്നാൽ അവിടെ ജനിച്ചു വളർന്നതായ ഇംഗ്ലീഷ് സംസാരിക്കുന്ന യൂത്ത്സ്, അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അവർക്ക് യൂത്ത് ലീഗും അത് ബോംബെയിലും എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ജനിച്ചു വളർന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മലയാളം വായിക്കാനോ എഴുതാനോ അറിയില്ല. പക്ഷെ കേട്ടാൽ മനസ്സിലാകും. പക്ഷെ തിരിച്ച് മറുപടി പറയാൻ അത്രയും ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ അവരോട് നമുക്ക് ആ രീതിയിൽ ഇടപെടേണ്ടി വരും, സംസാരിക്കേണ്ടി വരും. എന്നാൽ നാട്ടിൽ നിന്ന് വരുന്ന യുവജനങ്ങൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമ്മളെ കരുതുന്നവരാണ്. ആ രീതിയിൽ നമ്മൾ ഇടപെടും. അപ്പോൾ രണ്ട് രീതിയാണ് രണ്ടും നമുക്കത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ ഒക്കും. ഓക്കെ, അച്ഛൻ നാട്ടിൽ കൊട്ടാരക്കര കമ്പങ്കോടൊക്കെ ജനിച്ചു വളർന്ന സമയത്ത് ഓൾ സെയിൻസ് പള്ളി, അവിടെ ചുറ്റുവട്ടത്തിലുള്ള നാട്ടുനന്മകൾ, മതസൗഹാർദ്ദം, അയൽവക്ക ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു അച്ഛൻ്റെ വളർച്ചയിൽ സഹായിച്ചത്? ഇന്നത്തെ വെച്ച് നോക്കുമ്പോൾ അന്ന് നിലനിന്ന ഒരു സൗഹാർദ്ദം സമൂഹത്തിലുണ്ടോ? നാട്ടിൽ നിന്ന് കിട്ടിയ നാട്ടുനന്മകൾ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ ജനിച്ചു വളർന്നത് തികച്ചും ഒരു ഗ്രാമീണ പ്രദേശത്താണ്. അവിടെ നല്ല മതസൗഹാർദ്ദം നിലനിന്നൊരു അന്തരീക്ഷമാണ്. ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ കൂട്ടുകാർ ഒരുമിച്ച് സ്കൂളിൽ നടന്നു പോവുക. കിലോമീറ്ററുകളോളം നടന്നാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. ഒരുമിച്ച് വരിക, ഒരുമിച്ച് പഠിക്കുക. അന്ന് യാതൊരു വേർതിരിവുകളും വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് കളിക്കുന്നു, ഒരുമിച്ച് പഠിക്കുന്നു. വീട്ടുകാർ, ഞങ്ങളുടെ ഭവനങ്ങൾ തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങലുകൾ, സഹകരണം, നല്ലൊരു ബന്ധമായിരുന്നു. എന്നാൽ ഇന്ന് പൊതുവെ നോക്കുമ്പോൾ ഈ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുന്നു. മതത്തിൻ്റെ പേരിൽ, വർഗീയതയുടെ പേരിലൊക്കെ ഇങ്ങനെ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ശരിയാണ്. പണ്ടത്തെ പോലെ ഒരു അടുപ്പം ഇപ്പോൾ ഇല്ല. പക്ഷേ മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ലൈഫിനെ നമ്മൾ രൂപപ്പെടുത്തുകയും ധ്യാനത്തിലൂടെയാണ് നമ്മൾ ജീവിതത്തെ, ചിന്തകളെയൊക്കെ ശുദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ നിന്നാണ് സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം എന്താണ്? ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ ഇത് കാണുന്ന ആളുകൾക്ക് എന്താണ് അച്ഛൻ അവരോട് പറയാനായിട്ടുള്ളത്? പുരോഹിതൻ പ്രാർത്ഥനാ മനുഷ്യനായിരിക്കണം, മാൻ ഓഫ് പ്രേയേഴ്സ്. അച്ഛൻ അതിനെക്കുറിച്ച് എന്താണ് പറയാനായിട്ടുള്ളത്? തീർച്ചയായിട്ടും പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. കാരണം നമ്മുടെ കർത്താവ് തന്നെയാണ് എൻ്റെ മാതൃക. കർത്താവ് എപ്പോഴും പ്രാർത്ഥിച്ചു, നമ്മളും പ്രാർത്ഥിക്കണം. എന്നാൽ ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്തുസ് തിരുമേനി സാറിന് പറയാറുണ്ടായിരുന്ന പോലെ പ്രാർത്ഥന ദൈവത്തെ രൂപാന്തരപ്പെടുത്താനല്ല, എന്നാൽ പ്രാർത്ഥിക്കുന്ന എനിക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കാണ് രൂപാന്തരം ഉണ്ടാകേണ്ടത്. ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയുക, ആ ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടിയുള്ളതായ ദൈവിക ശക്തി ദൈവത്തിൽ ലഭിക്കുക, ഇതാണ് പ്രാർത്ഥനയുടെ സാധിക്കേണ്ടത്. അപ്പോൾ എൻ്റെ ശുശ്രൂഷയിൽ ദൈവഹിതം തിരിച്ചറിയുവാനും ആ ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തി ലഭിക്കുവാനുള്ളൊരു മാർഗമായിട്ടാണ് പ്രാർത്ഥന ഞാൻ കാണാറുള്ളത്. അത് പ്രാർത്ഥന എന്നെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ യുവജനങ്ങൾ പൊതുവെ ഗ്രാമീണ അന്തരീക്ഷത്തിലാണെങ്കിലും ടൗൺ പാരീഷിലാണെങ്കിലും യുവജനങ്ങളൊക്കെ വിദേശത്ത് പഠിക്കാൻ പോകുന്നു. കുറച്ച് ആളുകളെ നമ്മുടെ ഇവിടെ ഉള്ളൂ. അച്ഛൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ? യൂത്ത് പള്ളിയിൽ യുവനസഖ്യം അവരെല്ലാവരും വരാറുണ്ടോ? നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്താലും അവർ വരാത്ത സാഹചര്യങ്ങളുണ്ടോ? എങ്ങനെയാണ് അതിന് കാണുന്നത്? ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ഇടവകളിലൊക്കെ, ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന ഇടവകളിലൊന്നും യുവജനങ്ങൾ തീരെ ഇല്ല എന്ന് പറയാം. എല്ലാവരും വിദേശങ്ങളിൽ പഠിക്കുവാനായിട്ട് പോയിരിക്കും. വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അല്ല, ഉള്ളവർ വരുന്നുണ്ട്, ആക്റ്റീവായിട്ട് വരുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്.
എന്നാൽ പഴയതുപോലെ നമുക്ക് ഒരു നല്ല ഗ്രൂപ്പിനെ ഇപ്പോൾ കിട്ടുന്നില്ല. പ്രത്യേകിച്ചും സീനിയേഴ്സ് ആയിട്ടുള്ളവർ വളരെ കുറവാണ്. ഇപ്പോൾ വരുന്നത് പ്ലസ് ടു വരെ പഠിക്കുന്നതായ കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമാണ് യുവജന സഖ്യത്തിൽ കൂടുതലും വരുന്നത്. അതിന് ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാർ ഇന്ന് വളരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ ചുരുക്കമാണ്, 1-2 അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു പ്രയാസം ഇപ്പോൾ ഉണ്ട്. അവിടെയൊക്കെ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. നമ്മൾ വിളിച്ചാൽ വരുന്ന ആളുകൾ തന്നെയാണല്ലോ യുവന സഖ്യം ഉള്ളവരൊക്കെ. വിദേശത്ത് പഠിക്കാൻ പോയെന്ന് പറയുന്ന അവർ എന്ത് കോഴ്സിനൊക്കെയാണ് പോയിരിക്കുന്നത്? അവർ പെൺകുട്ടികൾ കൂടുതലും നേഴ്സിങ്ങിനാണ് പോകുന്നത്. ആൺകുട്ടികൾ പല ഫീൽഡുകളിലേക്ക്, എഞ്ചിനീയറിംഗ്, മറ്റ് പല ഫീൽഡുകളിലേക്ക് പോകാറുണ്ട്. പൊതുവെ നോക്കുകയാണെങ്കിൽ ഗ്രാമീണ പാരീഷ് ഒരു കാലഘട്ടത്തിൽ കൃഷിയും കച്ചവടവും അങ്ങനെയുള്ള ഒരു ഗ്രാമീണ പാരീഷുകളെല്ലാം തന്നെ ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടില്ലേ? അതായത് കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടില്ലേ? അതിന്റെ പിന്നിലുള്ളത് വിദ്യാഭ്യാസം മാത്രമല്ലല്ലോ, ഇവരുടെ കഠിനാധ്വാനം, പ്രാർത്ഥന, വിശ്വാസമല്ലായിരുന്നു. അതിനെക്കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും പണ്ട് നമ്മുടെ മാതാപിതാക്കൾ, പൂർവികർ അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടവരാണ്. ഒന്നുമില്ലായ്മയുടെ അനുഭവങ്ങളിലൂടെ വന്നവരാണ്. എന്നാൽ അവരെ പ്രാർത്ഥിച്ചു, കഷ്ടതയുടെ നടുവിലും ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം അവരുടെ മക്കളെയൊക്കെ അനുഗ്രഹിച്ചു, അവരൊക്കെ പഠിച്ചു, നല്ല നിലയിലെത്തി, വിദേശങ്ങളിലൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം ഇന്നുണ്ട്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ദൈവത്തെ മറന്നു പോകുന്നുണ്ടോ? ഇന്നത്തെ തലമുറ ദൈവത്തെ മറന്നു പോകുന്നുണ്ടോ? അടുത്ത തലമുറകൾക്ക് ദൈവത്തെ ലഭിക്കാതെ പോകുന്നുണ്ടോ? ദൈവത്തിൽ ആശ്രയം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഇപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഞാൻ ഉൾപ്പെടെ നമ്മളൊക്കെ ഇരുന്ന വില്ലേജ് പാരീഷിൽ ഒരു ട്രമൻഡസ് ചേഞ്ചസ് ഉണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വട്ടമേരിയിലെന്ന ഇടവുകളൊക്കെ ഇന്ന് ചെന്നാൽ ദൈവം അവരെ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ട്. മക്കളെല്ലാം വിദേശത്തായി, ഈ പറഞ്ഞതുപോലെ നല്ല നിലയിലൊക്കെ അവർ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ണീരിൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു ബലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ചസ് ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറ ഈ ദൈവത്തെ അറിയാനായിട്ട് ഇടയാവുന്നുണ്ടോ, അങ്ങനെയുള്ളൊരു അവസരമുണ്ടോ എന്നൊക്കെ ഒരു സംശയം അച്ഛൻ പറഞ്ഞ പോലെ എനിക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് സമൂഹത്തിൽ കാണുന്നത് ഈ പണം കൂടുന്നതനുസരിച്ച് ഫെയ്ത്ത് പോകുന്നു, സമ്പത്ത് വർദ്ധിക്കുന്നതനുസരിച്ച് ഫെയ്ത്ത് പോകുന്നു എന്നൊരു ചിന്തയുണ്ട്. അച്ഛൻ എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകുന്നതനുസരിച്ച് വിശ്വാസം കുറയുന്നു, സമയമില്ലാതെ പോകുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ? ഇവൻ വില്ലേജ് പാരീഷിൽ പോലും പറഞ്ഞത് ശരിയാണ്. പണ്ട് സമ്പത്തില്ല, പണമില്ല, സൗകര്യങ്ങളില്ല. അപ്പോൾ ദൈവത്തിൽ കുറച്ചുകൂടെ ആശ്രയിക്കുമായിരുന്നു ആളുകൾ. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചില്ലേലും കുഴപ്പമില്ല എന്നൊരു ചിന്ത പൊതുവേ മനുഷ്യനുണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നാം. പണം തന്നെ ദൈവമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പണത്തെ ദൈവമായി കാണുന്ന, പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന, അപ്പോൾ ഇതിന് ദൈവത്തിന് അവിടെ സ്ഥാനമില്ല. അതാണ് ഇന്ന് പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇന്ന് സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ നടക്കുന്നത് വെച്ചാൽ, സൺഡേ സ്കൂൾ അധ്യാപകർ ചെറുപ്പകാലങ്ങളിൽ കുട്ടികൾക്ക് മൂല്യങ്ങൾ കൊടുക്കേണ്ടത് പുരോഹിതന്റെ ദർശനമാണ്, സഭയുടെ ദർശനമാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഇന്ന് നമ്മുടെ സൺഡേ സ്കൂളുകളൊക്കെ എങ്ങനെയുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ചെറുപ്പക്കാർ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം ചെറുപ്പക്കാർ വിദേശങ്ങളിൽ പോകുന്നുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല എന്ന് വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. അപ്പോൾ സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഇടവകളിലൊക്കെ കുഞ്ഞുങ്ങൾ വളരെ കുറവാണ്, പൊതുവേ എല്ലാ പള്ളികളിലുമാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ തന്നെ ഇപ്പോൾ മാതാപിതാക്കൾ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ അവർ ദൈവവേലയ്ക്കൊക്കെ വരൂ. അല്ലെങ്കിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രവണത, അവർ +2 കഴിയുമ്പോൾ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദേശങ്ങളിലേക്ക് പോവുകയാണ്. ഈ ദൈവവേല തിരഞ്ഞെടുക്കുവാൻ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷയിലേക്ക് വരുവാനുള്ള താല്പര്യമുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് വളരെ കുറവാണ്. കാരണം കുഞ്ഞുങ്ങളുടെ എണ്ണം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ തന്നെ വിദേശത്തേക്ക് പോകുവാനും മറ്റ് പ്രൊഫഷൻസൊക്കെ തിരഞ്ഞെടുക്കുവാനും അവർ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയ്ക്കുള്ള താല്പര്യം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ അച്ഛാ, ഈ നമ്മളെ ഗ്രാമീണ അന്തരീക്ഷം, ഞാൻ വർക്ക് ചെയ്തൊരു കോൺടെസ്റ്റോടെ ചോദിക്കുന്നത്, ജോലികൾ ചെയ്യുന്ന ആളുകളായിരുന്നു. അവർ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ടയേർഡാവും. അന്നത്തെ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രത്യേകതയായിരുന്നു മദ്യപാനം, പുകവലിയൊക്കെ ഉണ്ടായിരുന്നു. അത് അവരുടെ ജോലിയുടെ കഷ്ടപ്പാടുകളും വേദനകളും മറക്കാനും ഒക്കെ ചെയ്യുന്ന ഒരു കുറുക്ക് വഴികളായിട്ടാണ് കാണുന്നത്. അച്ഛൻ്റെ വില്ലേജ് ലൈഫിൽ, വില്ലേജ് ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ഇത്തരം മദ്യപാനശീലം ഇടവുകളുടെ തലത്തിലൊക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് അതിനെയൊക്കെ ഫേസ് ചെയ്യാനായിട്ട് ഇടയായത്? അത് ഇന്നും ഒരു യാഥാർത്ഥ്യമല്ലേ? വിദേശത്താണെങ്കിൽ നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നുണ്ട്. കുറേ കൂടെ സംസ്കാരമുള്ള രീതിയിൽ മദ്യപിക്കുന്ന ആളുകളുണ്ടാവുക. എങ്ങനെയാണത് വില്ലേജ് തലത്തിലൊക്കെ അച്ഛൻ കണ്ടത്? വിദേശത്തൊക്കെ എങ്ങനെയാണ് കണ്ടത്? ഇതിനോടുള്ള പ്രതിവിധിയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും? ലഹരിക്കടിമ എന്ന് പറയാൻ പറ്റൂലേ?
ഇന്ന് ലഹരി എന്ന് പറയുന്നത് മാധ്യമങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം സോഷ്യൽ മീഡിയ എല്ലാം ലഹരിയായിട്ട് മാറിയിട്ടുണ്ട്. അച്ഛൻ്റെ ഒപ്പീനിയൻ എന്താണത്? ഒരു പുരോഹിതൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ശരിയാണ്, അച്ഛൻ പറഞ്ഞ പോലെ മദ്യം മാത്രമല്ല ഇന്ന് ലഹരി, മയക്കുമരുന്നുകളും അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇന്ന് ലഹരിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമ്മുടെ വില്ലേജുകളിലൊക്കെ പണ്ട് ഈ പരസ്യമായി മദ്യപിക്കുന്നവരും ബഹളം ഉണ്ടാക്കുന്നവരും ഒക്കെ സാധാരണ കാഴ്ചയായിരുന്നു, ഇന്നും പലപ്പോഴും ഉണ്ട്. എന്നാൽ പട്ടണ പ്രദേശങ്ങളിലൊക്കെ അവർ രഹസ്യമായി മദ്യപിക്കുന്നത് അവർ അറിയുന്നില്ല എന്ന് മാത്രം. പിന്നെ സോഷ്യൽ കൾച്ചറും ഉണ്ട്, പരസ്യമായി ചെയ്യുന്നു. അതെ അതെ. അപ്പോൾ ഇങ്ങനെ ഈ ലോകത്തിന് ലഹരിക്ക് അടിമപ്പെട്ട് ജീവൻ നശിപ്പിക്കുന്നവരെ കാണുമ്പോൾ പലപ്പോഴും ഞാനവരെ കൂടുതൽ സ്നേഹിക്കുകയും അവരെ ഉപദേശിക്കുകയും നമ്മുടെ ലഹരി വിമോചന കൗൺസിലിംഗ് കേന്ദ്രങ്ങളിൽ, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന കേന്ദ്രങ്ങളിൽ അവരെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കാനുള്ളതായ ശ്രമങ്ങൾ പല പള്ളികളിലും ഞാൻ ചെയ്തിട്ടുണ്ട്. പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് സാധാരണ ഞാൻ ചെയ്യാറുള്ളത്. ഓക്കെ. അച്ഛാ, 29 വർഷത്തെ ഒരു എക്സ്പീരിയൻസ്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ കൊച്ചമ്മ വർക്ക് ചെയ്യുന്നില്ല. കൊച്ചമ്മ വർക്ക് ചെയ്യുന്നില്ല. കൊച്ചമ്മയുടെ ഒരു പിന്തുണ, പ്രാർത്ഥന അച്ഛൻ അനുഭവിക്കുന്നുണ്ട്. കൊച്ചമ്മ ഉണ്ട്, പിന്നെ മക്കളുണ്ട്. അവരെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ പട്ടം കിട്ടുന്ന സമയം എനിക്ക് പട്ടം തന്നത് കാലം ചെയ്ത അലക്സാണ്ടർ തിരുമേനിയാണ്. അച്ഛൻ അറിയാവുന്ന പോലെ തിരുമേനിയുടെ അന്ന് ഞങ്ങൾ അച്ഛന്മാരോട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അച്ഛന്മാരുടെ കൊച്ചമ്മമാർ ജോലിക്ക് പോകരുത്, അവർ അച്ഛന്മാരോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യണം എന്നത് അലക്സാണ്ടർ തിരുമേനി എപ്പോഴും പറയുമായിരുന്നു. അതെ അതെ, എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ എൻ്റെ ഭാര്യ BEd പാസ്സായതാണ്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ BEd പാസ്സായതാണ്. അപ്പോൾ എന്നാലും തിരുമേനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത കടന്നുകൊണ്ട് ആ വിധത്തിൽ എൻ്റെ ഭാര്യ ജോലിക്ക് പോയില്ല, അല്ലെങ്കിൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ നന്നായിട്ട് പാട്ട് പാടുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇടവകകളിൽ ഗായ സംഘത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനും അവരെ സൺഡേ സ്കൂൾ, യുവനസഖ്യം, ഗായ സംഘം, അതിൽ സേവ്യാ സംഘം, അങ്ങനെ ഇതിലെല്ലാം കൂടുതൽ ശ്രദ്ധിക്കുവാനും ഇടവക ശുശ്രൂഷയോട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുവാനും ഒക്കെ ഒരവസരം ലഭിച്ചു. എന്നാൽ ഭാര്യമാർ ജോലിക്ക് പോകുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജോലിക്ക് പോകുന്നത് നല്ലതാണ്. കാരണം അവർ പഠിച്ചത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നില്ല, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാൻ, സമൂഹത്തിന് അത് പ്രയോജനമായി തീരുവാൻ ഇടയാകുന്നില്ലല്ലോ. പഠിച്ചതുകൊണ്ട് പ്രയോജനമില്ലാതായി പോകുന്നുണ്ടോ? അവരുടെ വളർച്ചയ്ക്ക് അത് വളർച്ചയ്ക്ക് ജോലിക്ക് പോകുന്നത് സഹായകരമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. പക്ഷേ അന്ന് വേണ്ടെന്ന് വെച്ചത് അലക്സാണ്ടർ തിരുമേനിയുടെ ആ ഒരു ഉപദേശം എൻ്റെ മനസ്സിൽ കടന്നുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചതാണ്. അതുകൊണ്ട് പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. ഈ സെയിം പ്രോബ്ലം തന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അലക്സാണ്ടർ തിരുമേനിയുടെ ഒരു വലിയ ദർശനമായിരുന്നു നമ്മുടെ കൂടെയുള്ള ആൾ വർക്ക് ചെയ്യാൻ പോകരുതെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം സാമ്പത്തിക പ്രശ്നമുണ്ട്, നമ്മുടെ സാലറി ഇല്ലാതെ പോകുന്നു. എന്നാൽ ഇവർ ചെയ്യുന്ന വലിയൊരു സേവനമാണ്. പള്ളിയിലെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ കഴിവ് ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് അവസരം കിട്ടുന്നുണ്ട്, പഠിപ്പിക്കാൻ കിട്ടുന്നുണ്ട്, സൺഡേ സ്കൂളിൽ കിട്ടുന്നു. ഇന്ന് വരെ എനിക്കത് പറയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ദുഃഖം വേണ്ട. പക്ഷേ അങ്ങനെ എനിക്ക് ദുഃഖമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, പക്ഷേ വേറൊരു തരത്തിൽ ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടെ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. വേണമെങ്കിൽ അവരുടെ ജോലിയോട് ചേർന്നും ഇടവകയിൽ ചെയ്യാമായിരുന്നു. നമ്മൾ അഭിമുഖീകരിച്ച ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ആദർശമായി ഏറ്റെടുത്തപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതെ അതെ. കാരണം നല്ലൊരു വരുമാനം ഇല്ലാതാക്കിയിട്ടാണ് അവർ നമ്മുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ അതൊരു ദൈവത്തിന്റെ വിളിയായിട്ട് കണക്കാക്കി ചെയ്യുന്നുണ്ട്. അതിന്റെ പോസിറ്റീവും എല്ലാം ഉണ്ട്. മറുവശത്ത് ഞങ്ങൾ പറയായിരുന്നു, നമ്മൾ ഈ പുരോഹിത ദർശനത്തിൽ തന്നെ പല ആളുകളും സംസാരിച്ച ഒരു വിഷയമാണ്, ദൈവം നമ്പുരാൻ കരുതുന്നവനാണ്. ദൈവം നമ്പുരാൻ നടത്തിയ വഴികൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 30 വർഷം, അതിനെക്കാട്ടിൽ ഒരു 5 വർഷം കൂടെ കൂടുതലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ ദൈവം നമ്മെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചന്മാരുടെ സേവനം നമുക്ക് കിട്ടി, നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ട്രാൻസ്ഫറിൻ്റെ ബുദ്ധിമുട്ടിൽ അവരുടെ ട്രാൻസ്ഫർ ഒരു പ്രശ്നമല്ലായിരുന്നു. ദൈവത്തിൻ്റെ ഒരു നന്മ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചമ്മയുടെ പേരെങ്ങനെയായിരുന്നു? റെനി എന്നാണ് പേര്. ആണോ? ഓക്കെ. മക്കൾ 2 പേരാണ്. മൂത്തത് മകളാണ്. മകള് ബയോമെഡിക്കൽ എഞ്ചിനീയറിങ് MTech കഴിഞ്ഞു, ഇപ്പോൾ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. മകൻ MSW കഴിഞ്ഞ് എറണാകുളത്ത് പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഓക്കെ. പേരൻസ് ഉണ്ടോ? പേരൻസ് ഇപ്പോഴും ഉണ്ട്. കമ്പങ്കോട് ഇടവകയിൽ അവരുണ്ട്. എനിക്ക് ഒരു അനിയനും കുടുംബമാണ്. ഓക്കെ. അവർ ഒരുമിച്ച് അവിടെ വസിക്കുന്നു. ഓക്കെ. അച്ഛാ, ഇത്ര നേരം ഒരുമിച്ച് പങ്കുവയ്ക്കാനും ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒരു അവസരം ഉണ്ടായി. അച്ഛനോട് നന്ദി അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. ഓക്കെ. ഇന്നത്തെ പുരോഹിത ദർശനം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി നമുക്ക് കണ്ടുമുട്ടാം.